ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് പ്ടാരോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ ട്രിവാൻഡ്രം മങ്ങാട്ടടവിന് സമീപം. മങ്ങാട്ടടവിൽ നിന്ന് നമുക്കൊരു 2.5 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 50 മീറ്ററാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു വീട്ടിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്ടാരോ എന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ റെസിഡൻഷ്യൽ ഏരിയയാണ് ഫുള്ള്. ഈ ബാക്കിയുള്ള എല്ലാ വീടുകളിലും തന്നെ നമുക്ക് താമസം ഓൾറെഡി ഉള്ളതാണ്. നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഈ ഒരു റോഡ് 5 മീറ്റർ വരുന്നതാണ്, ടാർ ചെയ്തിട്ടുള്ളതാണ്. നമുക്കൊരു 2 കാർ വന്നാലും നമുക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന സ്പേസ് നമുക്കിവിടെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിടക്കാം. അപ്പോൾ ഈ വീട് വരുന്നത് 5,400 സെൻറ്റാണ്, 2,500 സ്ക്വയർ ഫീറ്റാണ്, 4 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും നമുക്ക് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലോട്ട് 2 ബെഡ്റൂം അങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ കാണുന്നത് ഒരു ഫോൾഡിംഗ് ഗേറ്റാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഫോൾഡിംഗ് ഗേറ്റ് തുറന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ ഫ്രണ്ട് ഗേറ്റ് തുറന്ന് നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ കാണുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 28 അടിയും നമുക്ക് നേരെ നോക്കുമ്പോൾ 28 അടിയും നമുക്ക് ഈ സൈഡിൽ നിന്ന് 24 അടിയും കൂടെയാണ് നമുക്ക് ഇവിടെ സ്പേസ് വരുന്നത്. നമുക്കൊരു വലിയ കാറ്, ഇനോവ പോലത്തെ തന്നെ വലിയ കാറ് തന്നെ നമുക്ക് 2 നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇടാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് നമുക്കിവിടെ ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുന്നത് കവേർഡ് പാർക്കിംഗ് ആണ് വരുന്നത്. നമുക്കൊരു വണ്ടി നമുക്ക് കവേർഡ് പാർക്കിംഗ് നമുക്ക് അകത്ത് തന്നെ ഇടാൻ സാധിക്കും. പിന്നെ ഈ സൈഡിൽ നമുക്ക് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തും ഒരു വണ്ടി ഇടാനായിട്ട് സാധിക്കും. കൂടാതെ ഈ വീടിന് പൈപ്പ് കണക്ഷനും കിണറും നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിപ്പം വെള്ളവും നമുക്ക് എപ്പോഴും നമുക്കിവിടെ കിട്ടാൻ നമുക്ക് പൈപ്പ് കണക്ഷനും കിണറും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിനൊന്നും അധികം നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. പിന്നെ സൈഡിലായിട്ട് കണ്ടോ ധാരാളം പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഗാർഡൻ പോലെ നമുക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് കണ്ടോ ഇവിടെ ധാരാളം പ്ലാന്റ്സ് വെച്ചിട്ട് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സൈഡിൽ നമുക്ക് ചെറിയ മുളയൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. നല്ല വിശാലമായിട്ടുള്ളൊരു ഫ്രണ്ടേജ് തന്നെ നമുക്ക് ഈ വീടിന് ഫ്രണ്ട് പോർഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് വരുന്നത്. 10x6 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടേജിൽ കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ഗ്രാനൈറ്റാണ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ തറയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ. അപ്പോൾ നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് സീലിംഗ് വർക്ക്, പ്രൊഫൈൽസ് ആൻഡ് ലൈറ്റിങ് നമുക്കിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഫ്രണ്ട് സിറ്റ് ഔട്ട് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട് നമുക്ക് എൻട്രൻസ് ഡോർ നോക്കാം. അപ്പോൾ ഈ കാണുന്നത് പ്ലാവിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ വരുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ഡോറാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ വരുന്നത്. കൂടാതെ നമുക്കിവിടെ സൈഡിൽ വാൾ പാനൽ ഫുള്ള് തന്നെ വുഡിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള തേക്കിലാണ്, വുഡിൻ്റെ തേക്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാൾ പാനലാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകളും കൂടെ കാണാം. ഇപ്പോൾ നമ്മളിവിടെ മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വിശാലമായിട്ടൊരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ട് വരുന്നത്. അപ്പം നമുക്ക് 20x10 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. മുകളിലായിട്ട് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിംഗ് വർക്കായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വലിയ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മറൈൻ പ്ലൈവുഡിലാണ് നമുക്ക് ഈ ഒരു TV യൂണിറ്റ്. അപ്പോൾ PVC വാൾ പാനലും മറൈൻ പ്ലൈവുഡുമാണ് നമുക്കിവിടെ മെറ്റീരിയലായിട്ട് വരുന്നത്. ധാരാളം കബോർഡ്സ് നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ലിവിങ് ഏരിയ നമുക്ക് വരുന്നത്. അപ്പോൾ കജാരയുടെ മാറ്റ് ഫിനിഷിംഗ് ടൈലാണ് നമുക്ക് ഇവിടെ തറയിൽ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ നമുക്കൊരു ഭാഗം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് മറൈൻ പ്ലൈവുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷനാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. അപ്പോൾ ഡൈനിങ് ഏരിയ നമുക്ക് 10x10 ഡയമെൻഷനിലുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. ഇവിടെയും നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് നമുക്കിവിടെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. നമുക്ക് ഫ്രണ്ട് ലിവിങ് ഏരിയ ആ ഒരു പോർഷനിൽ, അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് ഡൈനിങ് ഏരിയ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഈ സൈഡിൽ കണ്ടോ ജനൽ വഴി നമുക്ക് പുറത്ത് ഈ ഒരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ സൈഡിലായിട്ടാണ് നമുക്ക് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വാഷിംഗ് യൂണിറ്റിന് മിക്ക പ്രോഡക്റ്റും ജാഗ്വാറിൻ്റെതാണ്. നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുള്ളത്
ജാഗോറിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് ഈ ഭാഗത്തെല്ലാം വരുന്നത്. അപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് നമുക്ക് ഇവിടുത്തെ എല്ലാ അപ്പോൾ നമുക്കിവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് റൂമിൽ കയറുമ്പോൾ അവിടുത്തെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് കാണാം, അവിടെയും ജാഗോറിൻ്റെ പ്രോഡക്റ്റാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ സ്റ്റെയർ കയറുന്നതിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ കബോർഡ്സൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്കാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇവിടെ കിച്ചണിലോട്ട് പോകാം. അപ്പോൾ കിച്ചണിലോട്ട് പോകുന്ന ഈ ഒരു പോർഷനിൽ നമുക്കിവിടെ കുറച്ച് കബോർഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ എന്തെങ്കിലും നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ കിച്ചൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്കിവിടെ ഗ്രിപ്പ് കിട്ടുന്ന സെയിം നമുക്ക് മാറ്റ് ഫിനിഷിങ്, നമുക്ക് അജേറയുടെ മാറ്റ് ഫിനിഷിങ് കിട്ടുന്ന ടൈല് തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെയും മറൈൻ പ്ലൈവുഡിൽ കംപ്ലീറ്റ് ഉള്ളതാണ്. നമുക്കിവിടെ ഫുള്ള് ബോർഡ് വർക്കാണ് നമുക്കിവിടെയും വരുന്നത്. കിച്ചണിലെ ഫുള്ള് ബോർഡ് വർക്കാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ആയിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സിങ്ക് നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതും ജാഗോറിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് സിങ്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമുക്കിവിടുത്തെ കിച്ചൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ 15x10 നമുക്ക് ഈ കാണുന്ന കിച്ചൻ്റെ ഡയമെൻഷൻ വരുന്നത്. നമുക്ക് കിച്ചനൊക്കെ തന്നെ നല്ല സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്നാണ് പുറത്തോട്ടുള്ള വഴി വരുന്നത്. അപ്പോൾ കിച്ചണിൽ നമുക്ക് പുറത്തോട്ട് ഈ ഒരു ഡോർ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് നമുക്ക് ഇവിടുത്തെ കിച്ചൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കിച്ചൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ബെഡ്റൂമും നമുക്ക് ലിവിങ് ഏരിയയുടെ നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയയുടെ സൈഡിലായിട്ടാണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കാണുന്ന ഒരു ബെഡ്റൂമിൻ്റെ വീഡിയോ നോക്കാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നമുക്ക് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു മോഡലിലാണ് നമുക്കിവിടെ പ്രൊഫൈസ് ആൻഡ് ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്കിവിടെ വാർഡ്രോബ് വരുന്നത്. അപ്പോൾ ഈ വാർഡ്രോബ് ഫുള്ള് മറൈൻ പ്ലൈവുഡിലാണ് നമുക്ക് ഈ ഒരു വാർഡ്രോബ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ സൈസ് പറഞ്ഞത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് 12x10 നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് സൈസ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. നമുക്ക് PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കയറുമ്പോഴത്തേക്കുണ്ട് ഈ ഒരു ഡിസൈനാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു പ്രീമിയം ഒരു ലുക്ക് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ഫിറ്റിങ്സ് എല്ലാം തന്നെ ജാഗോറാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, ഇത് ജാഗോറിൻ്റെയാണ്. പിന്നെ നമുക്ക് ബാക്കി ഈ പ്രോഡക്റ്റ് ആയാലും ജാഗോറാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ കണ്ടോ, ഇത് ജാഗോറാണ്. അപ്പോൾ നമ്മൾ മൊത്തം ഇവിടെ ജാഗോറിൻ്റെ പ്രോഡക്റ്റാണ് കൂടുതലും നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈല് തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല സ്പേസും ഉണ്ട്, നമുക്കിവിടെ ബാത്റൂമിൽ നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 16x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. കണ്ടത് മുകളിൽ പ്രൊഫൈസ് ആൻഡ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബെഡ്റൂം 16x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട്. ഇത് മറൈൻ പ്ലൈവുഡിലുള്ളതാണ് ഈ ഒരു വാർഡ്രോബും വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു ഗ്ലാസ് കാണാം, ഇങ്ങനെ ഒരു ഗ്ലാസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. സെയിം നമുക്ക് ഒരു PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബാത്റൂമിന് ഈ ഒരു കളർ തീമാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കി ഫിറ്റിങ്സ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ ജാഗോറിൻ്റെ പ്രോഡക്റ്റാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. തറയും നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, പിന്നെ കിച്ചൺ, പിന്നെ 2 ബെഡ്റൂം നമ്മൾ ഇനി കണ്ടായിരുന്നു. ഇനി നമുക്കിനി ഇവിടെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെയർ കയറിയാണ് നമുക്ക് ഇനി മുകളിൽ പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി മുകളിലത്തെ കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുമ്പോൾ സൈഡിലായിട്ട് വരുന്നത് നമുക്ക് തേക്ക് വുഡിലുള്ള ഹാൻഡിൽസ് ആണ്. നമുക്ക് ഈ സൈഡിൽ കണ്ടോ, ഫുള്ള് തേക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽസ് ആണ് നമുക്ക് കണ്ടോ. മുകളിൽ അതുവരെ ചെയ്തിട്ടുള്ളത് തേക്കിൽ കംപ്ലീറ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് തറയിൽ ഗ്രാനൈറ്റ് ആണ് നമുക്ക് ഇവിടെ സ്റ്റെപ്പ് കയറാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ നമ്മൾ നേരെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഫാൻസി ലൈറ്റൊക്കെ മുകളിൽ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ വാളിൽ നമുക്കിവിടെ ഒരു പ്രൊഫൈൽസ് ആൻഡ് ലൈറ്റിങ്ങിൻ്റെ ഒരു കണക്ഷനാണ്, മോളിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു കണക്ഷനാണ് നമുക്ക് ഇങ്ങനത്തെ വരെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് മോളിൽ കയറുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിസൈൻ നമുക്ക് നേരെ കാണാം. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി മുകളിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലും 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്.
കയറി വരുമ്പോൾ കണ്ടോ നമുക്ക് ഈ കാണുന്ന ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അറേം പ്ലൈവുഡിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. പിന്നെ നമുക്കിവിടെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്കിവിടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഇൻ ഔട്ട് കണക്ഷനും ബാക്കി എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടോ നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് 30x10 ഡയമെൻഷനാണ് നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ഫാൻസി ലൈറ്റാണ് നമുക്കിവിടെ നമ്മൾ കയറി വരുന്ന ആ ഒരു പോർഷൻ്റെ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമ്മൾ മോളിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 30x10 നമുക്ക് ഈ കാണുന്ന ലിവിങ് ഏരിയയുടെ സ്പേസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു സ്പേസ് നമുക്കിവിടെ മുകളിൽ ഈ ഒരു ലിവിങ് ഏരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂമും കൂടെ കാണാം. നമുക്കിവിടെ ഒരു വലിയൊരു ബെഡ്റൂമുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിനായിട്ട് ഒരു ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു വലിയൊരു ബെഡ്റൂം നമുക്ക് കാണാം. നമുക്ക് ഇതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ സൈസ് 22x14 സൈസ്. കണ്ടോ, വലിയൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസ് ഉള്ള ഒരു ഒരു വലിയൊരു ബെഡ്റൂമാണ്. നമുക്ക് 24x14 നമുക്ക് ഈ കാണുന്ന ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. മുകളിലുണ്ടോ ഈ കാണുന്ന വെളിച്ചാൻ ലൈറ്റിങ്ങാണ് നമുക്കിവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. അപ്പം മറൈൻ പ്ലൈവുഡിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് വരുന്നത്. മെയിനായിട്ട് ഈ ഒരു ബെഡ്റൂമിന് കണ്ട സ്പേസാണ്, ഇത്രയും വലിയൊരു സ്പേസാണ് നമുക്കിവിടെ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. 22x14 വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്കിവിടെ ജനലിൻ്റെ അവിടെ നിന്ന് സൈഡിൽ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇരുന്ന് പുറത്തൊക്കെ കാണാനൊക്കെ സാധിക്കും. പിന്നെ മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങാണ് നമുക്കിവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടുത്തെ ബാത്റൂമും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്കിവിടെ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഇവിടെ പോണതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒരു വാഷിംഗ് യൂണിറ്റ് തന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള നമുക്കിവിടെ വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കയറി കാണാം. ഓക്കെ, ഒരു വലിയൊരു അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ തീമാണ് വരുന്നത്. ബാക്കി ഫിറ്റിങ്സ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് നമുക്കിവിടെ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലെ കാഴ്ച കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. കണ്ടോ, അപ്പോൾ ഈ കാണുന്നതാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 15x15 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ നമുക്ക് മുകളിൽ അതുകൊണ്ട് പ്രൊഫൈൽസ് ആൻഡ് ലൈറ്റിംഗ് വേറൊരു ഡിസൈനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഉണ്ടോ, ഈ ഒരു കളർ തീമാണ് നമുക്കിവിടെ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറൈൻ പ്ലൈവുഡ് തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ബാത്റൂമിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്പോൾ നമുക്കൊരു വാഷിംഗ് യൂണിറ്റ് നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു മിറർ വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ജാഗ്വാറിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ വാഷിംഗ് യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. താഴെ ധാരാളം കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. കുറച്ച് വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ടൈലും നമുക്ക് കുറച്ച് ബ്ലാക്കും ഈ ഒരു കളർ തീമൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടുള്ളതാണ്. പിന്നെ ബാക്കി നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ ജാഗ്വാർ തന്നെയാണ് നമുക്കിവിടെ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേസ് ഉള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയും കൂടെ കാണാം. നമുക്ക് ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ 10x10 ഡയമെൻഷനുള്ള ഒരു വലിയൊരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബാൽക്കണിയിൽ നിന്ന് നമുക്ക് നല്ലൊരു വ്യൂ അപ്പുറത്ത് കിട്ടുന്നുണ്ട്. ചുറ്റുപാടും തന്നെ നല്ല റെസിഡൻഷ്യൽ ഏരിയ കൊണ്ട് തന്നെ വേറെയും വീടുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ 2 പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്കിവിടെ വാലിൻ്റെ പാനൽ ഫുള്ള് വുഡിലാണ് ഈ 2 ഭാഗത്തും ചെയ്തിട്ടുള്ളത്. പോളിഷൊക്കെ ചെയ്തിട്ടുള്ള നല്ല വുഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വാൾ പാനൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് മുകളിൽ സ്റ്റെയറിലോട്ട് നമുക്ക് മുകളിൽ ടെറസിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയുള്ള പോർഷൻ നമുക്ക് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 10x10 ഡയമെൻഷനിലാണ് നമുക്കിവിടെ ഈ ഒരു ബാൽക്കണി വരുന്നത്. നമുക്കിവിടെ ചെയറൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്പേസ് ഒക്കെ നമ്മൾ കിട്ടുന്നുണ്ട്. ടൈല് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗ്രിപ്പ് കിട്ടുന്ന മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ടൈല് തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 98 ലക്ഷമാണ്.
അത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് അപ്പം ഈ വീട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്നതാണ്. നെഗോഷ്യബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് റേറ്റും പറഞ്ഞ് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ കൂടാതെ നിങ്ങൾ ലോണിനാണ് നിങ്ങൾ വീട് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആർക്കെങ്കിലും പുതുതായിട്ട് വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുമെങ്കിൽ അവർക്ക് കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ഈ ഒരു വീടിനേക്കാളും ലോ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള ബഡ്ജറ്റിലുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ വീട് ഏതെങ്കിലും നിങ്ങൾക്ക് സെയിലിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മൾ നിങ്ങളുടെ വീടും ഇതുപോലെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നന്ദി.